എറണാകുളം ജില്ലയിലെ പെരുമ്പടപ്പ് 17ാം ഡിവിഷനിലെ ദുരിത കാഴ്ചയാണിനി. വേലിയേറ്റം മൂലം നിരവധി കുടുംബങ്ങളാണ് വർഷങ്ങളായി ഇവിടെ ദുരിത ജീവിതം നയിക്കുന്നത്. ഈ കാണുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. കഴിഞ്ഞ 8 വർഷമായി കായൽ വേലിയേറ്റത്തെ തുടർന്നുള്ള വെള്ളക്കെട്ട് മൂലം ഒട്ടേറെ കുടുംബങ്ങളാണ് വെള്ളത്തിലായത്. കുടിവെള്ളം വേണമെങ്കിൽ പണം കൊടുത്ത് പുറത്തുനിന്നു വാങ്ങേണ്ട അവസ്ഥയാണ്. മാസം തോറും വാട്ടർ ബിൽ അടയ്ക്കുന്നത് 1000-ൽ താഴാറില്ല. എന്നാൽ ലഭിക്കുന്നതോ ഉപ്പുവെള്ളവും. കാശ് കൊടുത്ത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വെള്ളം മേടിക്കണേ. ഞങ്ങളിപ്പോൾ കാശ് കൊടുത്തിട്ടാണ് വെള്ളം മേടിക്കേണ്ട ഗതികേടാണ് ഇവിടുത്തെ എല്ലാവരും. ഇത് അവസ്ഥ എല്ലാവരും പൈസ കൃത്യമായിട്ട് അടക്കാണ്ട്, എന്നിട്ട് ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച് കുടിക്കേണ്ട ഗതികേടാണ് ഞങ്ങൾ. എല്ലാവരുടെയും വീട്ടിലും അതെ. നമുക്ക് കുടിവെള്ളത്തിനാണ് ഇപ്പോൾ മെയിനായിട്ട് പ്രശ്നമുള്ളത്. ഈ കളറിലെ വെള്ളമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. കഴിഞ്ഞ മാസം ഞാൻ ബില്ലടച്ചത്, വാട്ടർ ബില്ലടച്ചത് 1500 രൂപയാണ് ബില്ലടച്ചത്. ഇവിടുത്തെ കൗൺസിലറിനെ വിളിച്ചു പറഞ്ഞു, പിന്നെ അവരുടെ കൂട്ടാളികളെ വിളിച്ചു പറഞ്ഞു. അതിനൊരു പ്രതികരണം നമുക്ക് ഇപ്പോൾ വരെയും കിട്ടിയിട്ടില്ല. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ താമസിക്കുന്നത് ഈ ചെളിവെള്ളത്തിലാണ്. ഓരോ ദിവസവും ആശുപത്രികൾ കയറിയിറങ്ങാൻ മാത്രമാണ് ഇവർക്ക് സമയമുള്ളത്. അപ്പം നമുക്ക് അത്രയും പിള്ളേർക്ക് പകർച്ചവ്യാധിയും തന്നെ വയറ്റിളക്കവും ഛർദിലും കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ഓരോ ആഴ്ചയിലും നമ്മൾ ഇങ്ങനെ മരുന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കണേ പിള്ളേർക്ക്. ഇതിനേലും പൊടി കൊച്ചുങ്ങളാണ് ഇവിടെ ഉള്ളത്. കൊച്ചിന് ഛർദിൽ വന്ന് ഫാത്തിമയിലായിരുന്നല്ലോ, ഫാത്തിമ ഹോസ്പിറ്റലായിരുന്നു ഛർദിലൊക്കെ ആയിട്ട്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരവധി തവണ കൗൺസിലറെ സമീപിച്ചു. നിരവധി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. വേമ്പനാട്ട് കായലിന്റെ ആഴം കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കുകയും കാന വൃത്തിയാക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ വേമ്പനാട് കായൽ സംരക്ഷിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പരിസ്ഥിതി കൂട്ടായ്മ വർഷങ്ങളായിട്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ട് സമരമുഖത്തുണ്ട്. ഞങ്ങൾ പറയണത് വേമ്പനാട് കായൽ ഡ്രഡ്ജ് ചെയ്ത് 4 മീറ്ററെങ്കിലും അതിൻ്റെ ആഴം, അതായത് നമ്മുടെ ഐലൻഡ് പാലം തൊട്ട് തണ്ണീർമുക്കം ബണ്ട് വരെ ഡ്രഡ്ജ് ചെയ്ത് 4 മീറ്റർ അതിൻ്റെ ആഴം നിലനിർത്തി പോന്നാലേ നമുക്ക് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റുള്ളൂ. ആ പ്രതിഭാസത്തിനെ സർക്കാർ വിചാരിക്കാണ്ട് നമ്മളിവിടെ ജനങ്ങൾ സമരം ചെയ്യുന്നല്ലാതെ നമുക്ക് വേറെ ഒരു പോംവഴിയില്ല. ഉപ്പ് കലർന്ന കായൽ വെള്ളം തുടർച്ചയായി കയറുന്നത് മൂലം പ്രദേശത്തെ പുതുതായി നിർമ്മിച്ച വീടുകളെല്ലാം ജീർണാവസ്ഥയിലാവുകയാണ്. നിങ്ങൾക്കിവിടെ ജീവിക്കണോ? എന്നാൽ നീന്തൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ 8 വർഷമായി ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണിത്. മഴക്കാലമാണ് മറ്റുള്ളവർക്ക് ദുരിതം സമ്മാനിക്കുന്നതെങ്കിൽ ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വേലിയേറ്റമാണ് ഇവർക്ക് ദുരിതം സമ്മാനിക്കുന്നത്. കയറിയിറങ്ങാത്ത ആളുകളില്ല. എന്നാൽ ഓരോ തവണ കയറിയിറങ്ങുമ്പോഴും തങ്ങൾക്ക് ഉടനെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളത്. പെരുമ്പടപ്പിൽ നിന്നും ടീം കേരള വിഷൻ ന്യൂസ്.